أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ഈ തജ്വീദിൽ നിർത്തിയതിന് ശേഷം നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു ആയത്ത് നിർത്തിയതിന് ശേഷം അലിഫ് മാത്രം വരും, അതിന് ശേഷം സുക്കൂനുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഈ അലിഫിന് നമ്മൾ ഫതഹ ആണോ കെസറാണോ ദൊമ്മാണോ കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ അലിഫ് വായിക്കുന്നില്ല, പക്ഷെ നിർത്തിയിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് വായിക്കുന്നതെങ്കിൽ ആ അലിഫിന് നമ്മൾ അതിന് ശേഷം വരുന്ന സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ദൊമ്മാണെങ്കിൽ നമ്മൾ ഈ അലിഫിന് ദൊമ്മ കൊടുക്കുക. അതിൻ്റെ ഉദാഹരണം ഇവിടെ ആദ്യത്തേതിൽ ഹാറൂന അഖീ, അവിടെ നമ്മൾ നിർത്തി. പിന്നെ അടുത്തത് ഓതുമ്പോൾ അലിഫിന് ഒന്നുമില്ല, അപ്പം സുക്കൂന് ശേഷം ദൊമ്മാണ് വരുന്നത്. അപ്പോൾ അലിഫിന് നമ്മൾ ദൊമ്മ ഇട്ടിട്ട് ഉഷ്ദുദ് ബിഹി എന്നോതണം. ഇനി രണ്ടാമത്തെ ഉദാഹരണം മുബീൻ എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ നമുക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ മുബീനി നിഖ്തുലു എന്നാണ് വരിക. ആ നീ കൂട്ടി വായിക്കും. പക്ഷേ കൂട്ടാതെയാണ് വായിക്കുന്നതെങ്കിൽ ആ നീ വായിക്കില്ല. പക്ഷേ അലിഫിന് നമ്മൾ എന്താണ് ഇടേണ്ടതെന്നുള്ളത് സുക്കൂന് ശേഷം വരുന്ന ദൊമ്മ ആയതുകൊണ്ട് ദൊമ്മ ഇടുക. അപ്പോൾ വായിക്കുമ്പം ഉഖ്തുലു യൂസുഫ് എന്നാണ് വായിക്കേണ്ടത്. ഇനി ഇതേപോലെ അലിഫ് വരുന്നു, ശേഷം ഒരു സുക്കൂനുള്ള അക്ഷരം വരുന്നു, അതിന് ശേഷം വരുന്ന അക്ഷരത്തിൽ കെസറാണെങ്കിൽ നമ്മൾ ആ അലിഫിനും കെസറാണ് ഇടേണ്ടത്. നേരത്തെ പറഞ്ഞു ദൊമ്മ് വന്നാൽ ദൊമ്മിടുക. ഇപ്പം കെസറാണ് വരുന്നതെങ്കിൽ ആ അലിഫിനും കെസറിടുക. ഇവിടെ ആദ്യത്തേതിൽ നമ്മൾ നിർത്തുമ്പോൾ മുത്തുമ ഇന്ന എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ അടുത്തത് അലിഫിനൊന്നുമില്ല, അപ്പം സുക്കൂനുള്ളതിന് ശേഷം വരുന്ന അക്ഷരം ജീമിന് കെസറാണ്. അപ്പം അലിഫിന് നമ്മൾ കെസറിടുക. ഇർജി എന്നാണ് ഓതേണ്ടത്. രണ്ടാമത്തെ ഉദാഹരണം നുഫൂറോ, നമ്മൾ നിർത്തി. പിന്നെ അടുത്തത് അലിഫിനൊന്നുമില്ല, അപ്പോൾ അവിടെ നമ്മൾ സുക്കൂനിന് ശേഷമുള്ള അക്ഷരം നോക്കുക, കെസറാണ് വരുന്നത്. അപ്പോൾ അലിഫിനും നമ്മൾ കെസറ് കൊടുക്കുക. ഇസ്തിക്ബാറൻ എന്നാണ് ഓതേണ്ടത്.